നമസ്കാരം, ഞാൻ രഞ്ജിലാൽ. നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്നത് 9ാം ക്ലാസ്സിലെ 3ാമത്തെ ചാപ്റ്റർ മോഷൻ ആൻഡ് ലോസ് ഓഫ് മോഷൻ. ഇതിന്റെ 4ാമത്തെ വീഡിയോ ആണ്. അതിൽ നമ്മൾ എടുക്കാൻ പോകുന്നത് ന്യൂട്ടൺസ് തേർഡ് ലോ ഓഫ് മോഷൻ, ലോസ് ഓഫ് കൺസർവേഷൻ ഓഫ് മൊമെന്റം, സർക്കുലർ മോഷൻ. ഇത് അതിന്റെ ലാസ്റ്റ് വീഡിയോ ആണ്. ഓക്കെ, നമുക്ക് എന്താണ് ന്യൂട്ടൺസ് തേർഡ് ലോ ഓഫ് മോഷൻ? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഫസ്റ്റ് ലോയും സെക്കൻഡ് ലോയും ഒക്കെ കഴിഞ്ഞു. പിന്നെ നമ്മൾ ലാസ്റ്റ് ആയിട്ടുള്ള 3ാമത്തെ ലോ, ന്യൂട്ടന്റെ 3ാമത്തെ നിയമമാണ് എടുക്കാൻ പോകുന്നത്, ന്യൂട്ടൺസ് തേർഡ് ലോ ഓഫ് മോഷൻ. എന്താ പറയുന്നത്? ടു എവറി ആക്ഷൻ there is an equal and opposite reactions. This is Newton's third law. Every action, ഏതൊരു പ്രവൃത്തിക്ക്, ഏതൊരു ആക്ഷനും തുല്യവും വിപരീതവുമായിട്ടുള്ള ഒരു റിയാക്ഷൻസ് ഉണ്ടാകും. ഇതാണ് ന്യൂട്ടൺസിന്റെ തേർഡ് ലോ എന്ന് പറയുന്നത്. എന്താണ് ആക്ഷൻ, എന്താണ് റിയാക്ഷൻസ്? ആക്ഷൻസ് ആൻഡ് റിയാക്ഷൻസ് ആർ forces that are experienced on different objects at the same time. ഒരേ സമയത്ത് ആക്ഷൻ റിയാക്ഷൻ എന്താണ്? ഫോഴ്സ് ദാറ്റ് എക്സ്പീരിയൻസ് ഓൺ ഡിഫറെന്റ് ഒബ്ജക്റ്റ്, വ്യത്യസ്തമായിട്ടുള്ള ഒബ്ജക്റ്റുകൾ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സ് ആണ്. അത് ഒരേ സമയം ചെയ്യുന്ന ഒരേ സമയം രണ്ട് വ്യത്യസ്തമായ ഫോഴ്സുകളാണ്. എന്താണ്? ദാറ്റ് എക്സ്പീരിയൻസ് ഓൺ ഡിഫറെന്റ് ഒബ്ജക്റ്റ്, വ്യത്യസ്തമായിട്ടുള്ള ഒബ്ജക്റ്റുകൾ ഒരേ സമയം ചെയ്യുന്ന ഫോഴ്സ് ആണ്. ഓക്കെ, thus it cannot be said that the reaction is the result of action. റിയാക്ഷൻ എന്ന് പറയുന്നത് ഒരു ആക്ഷന്റെ എന്താണ് റിസൾട്ടന്റ് ആണ് നമുക്ക് പറയാൻ പറ്റില്ല. ഓക്കെ, in other words, when the bodies interact, the force acting on one can be taken as the action. അതായത് ഫോഴ്സ് ആക്ടിങ് on one can be taken as action. ഫോഴ്സ് കൊടുക്കുന്ന ഇതിനെ പറയുന്നത് ആക്ഷൻ എന്ന് പറയും. അത് ഒരു ഫോഴ്സ് ഒരു വസ്തുവിലോ എന്തെങ്കിലും ഒബ്ജക്റ്റിൽ കൊടുക്കുന്നതിനെ നമ്മൾ അതിനെ ആക്ഷൻ എന്നും, ആൻഡ് ദ ഓപ്പോസിറ്റ് ഫോഴ്സ് ആക്ടിങ് ഓൺ ദ സെക്കൻഡ് ആസ് ദി റിയാക്ഷൻ. അതായത് അതിന്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഫോഴ്സ് എന്താണ്? അതിന്റെ ഫലമായിട്ടുണ്ടാകുന്ന ഫോഴ്സ് ഓൺ സെക്കൻഡ്, രണ്ടാമത്തെ വസ്തുവിൽ ഉണ്ടാകുന്നതിനെ നമ്മൾ എന്ത് പറയുന്നു? റിയാക്ഷൻസ് പറയും. രണ്ട് വസ്തുക്കളാണല്ലോ, അപ്പം ഒരു വസ്തുവിനെ കൊണ്ട് രണ്ടാമത്തെ വസ്തുവിൽ ഉണ്ടാകുന്ന എന്താണ് കൊടുക്കുന്ന ആദ്യത്തെ വസ്തു കൊടുക്കുന്നതിനെ നമ്മൾ ആക്ഷൻ എന്നും, ആ വസ്തു കൊണ്ട് മറ്റേ വസ്തുവിൽ, രണ്ടാമത്തെ വസ്തുവിൽ ഉണ്ടാകുന്ന എഫക്ട്, അതാണ് അഥവാ ഫോഴ്സ് ആണ് നമ്മൾ എന്താ പറയുന്നത്, ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഫോഴ്സിനെ പറയുന്നതാണ് റിയാക്ഷൻസ്. പറയുന്നുണ്ട്, ഒരു ബലൂണ് നാം ഇവിടെ കെട്ടി വെച്ചിട്ടുണ്ട്. ബലൂണിന്റെ എൻഡില് ഞാൻ എന്ത് ചെയ്യാം? ഒരു തീ വെക്കാൻ പറ്റുന്ന എന്താണ് ഫയർ ഇതായിട്ടുള്ള കാണും. അതിന് മുകളിൽ ഞാൻ എന്താണ് ഒരു പൈപ്പ് വെച്ചിട്ടുണ്ട്. ആ ബലൂണ് ആ പൈപ്പിന്റെ മുകളിൽ ഒട്ടിച്ചു വെച്ചിരിക്കുക. ബലൂൺ നിറച്ചു വെച്ചിട്ടാണ് അതിൽ വെച്ചിരിക്കുന്നത്. ഇനി ഞാൻ ഈ ബലൂണ് ജസ്റ്റ് ഒരു ഡോട്ട്, ഒരു മുട്ട് സൂചിയുടെ ഒരു ഡോട്ട് കൊടുക്കുക അല്ലെങ്കിൽ കെട്ടഴിച്ചു വിടുകയോ ചെയ്തു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യും? ബലൂണിലെ എയർ ബാക്കോട്ടേക്ക് പോകും, അല്ലെ? ബാക്ക് സൈഡിലേക്കും. ദെൻ വാട്ട് വിൽ ഹാപ്പൻ? ദ ബലൂൺ ആൻഡ് ദിസ് ഓൾ സിസ്റ്റം വിൽ മൂവ് ഫോർവേഡ്. എല്ലാം ഈ മൊത്തം എന്ത് ചെയ്യും? മുന്നോട്ടേക്ക് പോകുകയും ചെയ്യും. അപ്പൊ ഇവിടുത്തെ ആക്ഷൻ എന്താണ്? ഈ കയറ് കെട്ടഴിക്കുക അല്ലെങ്കിൽ ഈ എയറിനെ പുറത്തേക്ക് വിടുന്നതാണ് ആക്ഷൻ എന്ന്. അതിന് ഫലമായിട്ടുണ്ടെന്ന റിയാക്ഷൻ ആണെന്ന് ഈ വസ്തു മൂവ് ചെയ്യാറുണ്ട്. ഓക്കെ, ഇതേ പർപ്പസ് തന്നെ നമുക്ക് റോക്കറ്റ് പ്രൊപ്പൽഷന്റെ കേസിൽ നടക്കാം. റോക്കറ്റ് പ്രൊപ്പൽഷൻ, റോക്കറ്റ് നമുക്ക് ഇവിടുന്ന് വിടുന്ന സമയത്ത് റോക്കറ്റിൽ നിന്ന് എയർ, അതുപോലെ കത്തുന്ന ഫയർ കണ്ടന്റ് എല്ലാം ഉണ്ടല്ലോ, അതിന്റെ ഫലമായിട്ട് ഹ്യൂജ് എമൗണ്ട് ഓഫ് ഫോഴ്സ്, ഒരു വലിയ ഫോഴ്സ് ഫ്ലോറിലേക്ക്, അതിന്റെ തറ ഉണ്ടാവുമല്ലോ, ഈ റോക്കറ്റിന്റെ താഴെയുള്ള തറ, ആ തറയിലേക്ക് വന്നിട്ട് പതിക്കും. ആ ഒരു ഫോഴ്സ്, ആ ഫോഴ്സിന്റെ ഫലമായിട്ട് ഈ ഫ്ലോർ
അഥവാ തറ എന്ത് ചെയ്യുന്നു, ഈ റോക്കറ്റിന്റെ മുകളിലേക്ക് അതിന് ഓപ്പോസിറ്റ് ആയിട്ട് ഒരു ഫോഴ്സ് പ്രൊഡ്യൂസ് ചെയ്യും. അതിന് ഫലമായിട്ടാണ് ഈ റോക്കറ്റ് മുന്നോട്ട് പോകുന്നത്. റോക്കറ്റ് എന്ത് ചെയ്യുന്നു, അതിന്റെ നമ്മളെ ഫ്യൂൽസിന്റെ ഫലമായിട്ട് അവിടുന്ന് ഹ്യൂജ് എമൗണ്ട് ഓഫ് ഫോഴ്സ് അതിന്റെ ഫ്ലോറിലേക്ക് കൊടുക്കും. ആ ഫ്ലോറിൽ നിന്ന് നേരെ എങ്ങോട്ട് പോവാണ്, ഫ്ലോറിന്റെ മുകളിൽ തട്ടിയാൽ ഫ്ലോർ എന്ത് ചെയ്യും, നേരെ ഇതിന് ഈ റോക്കറ്റിന്റെ മുകളിലേക്കും അതിന് ഓപ്പോസിറ്റ് ആയിട്ട് ഒരു റിയാക്ഷൻസ് നടക്കും. ഇവിടെ ആക്ഷൻ എന്താണ്, ആക്ഷൻ റോക്കറ്റ് നിന്നുണ്ടാകുന്ന ഫോഴ്സ് നേരെ ഫ്ലോറിൽ പതിക്കുന്നതാണ്. ഓക്കെ, അതിന് ഓപ്പോസിറ്റ് ആയിട്ടുണ്ടാകുന്ന ഫ്ലോറ് ഈ പറയുന്ന റോക്കറ്റിന്റെ മുകളിൽ പ്രയോഗിക്കുന്ന ഫോഴ്സ് ആണെന്ത്, എന്താ നമ്മുടെ റിയാക്ഷൻ ആയിട്ട് കണക്കാക്കുന്നത്. ഓക്കെ, എ ആൻഡ് ബി. ഇവിടെ F1 F2 എന്ന രണ്ട് ഫോഴ്സ് കൊടുത്തിട്ടുണ്ട്. ഇതിന്റെ രണ്ടാമത്തെ ഇതിന്റെ ചിത്രത്തിന്റെ ഒരു എക്സ്പ്ലനേഷൻ കൊടുക്കുന്നുള്ളൂ. എ ആൻഡ് ബി. നമ്മള് ഇവിടെ അതിന്റെ എക്സാമ്പിൾസ് എന്താ, ഇതിന്റെ ബുള്ളറ്റ്, അതായത് അപ്പൊ അങ്ങനെയാകുമ്പോ ആക്ഷനും റിയാക്ഷൻസ് ഉണ്ട് അല്ലെ. ആക്ഷനും റിയാക്ഷനും മനസ്സിലായല്ലോ. അപ്പൊ എവരി ആക്ഷൻ, ഏതൊരു ആക്ഷനും പ്രപഞ്ചത്തിലെ ഏതൊരു ആക്ഷനും എന്ത് ആക്ഷൻസ് ഉണ്ടെങ്കിലും അതിനെന്തുണ്ടാവും, തുല്യമായിട്ടുള്ള ഈക്വൽ ആയിട്ടുള്ളതോ അല്ലെങ്കിൽ ഓപ്പോസിറ്റ് അതിന്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു റിയാക്ഷൻസ് ഉണ്ടാവും എന്നാണ് പറയുന്നത്. ഇതാണ് ന്യൂട്ടൺസിന്റെ തേർഡ് ലോ. ഓക്കെ, എന്ത് പ്രപഞ്ചത്തിൽ എന്തൊരു ആക്ഷൻ നടന്നാലും അതിന് ഈക്വൽ ആയിട്ടോ അല്ലെങ്കിൽ ഈക്വലും അല്ലെങ്കിൽ അല്ല ഈക്വലും അതിന് ഓപ്പോസിറ്റ് ആയിട്ട് എന്ത് ചെയ്യും, റിയാക്ഷൻസ് ഉണ്ടാവും. ഓക്കെ, ഇതാണ് ന്യൂട്ടൺസിന്റെ തേർഡ് ലോ. എക്സാമ്പിള്, a man jumps from a boat to the shore. ഇപ്പൊ നിങ്ങളെ കെട്ടി വെച്ചിരിക്കുന്ന ഒരു ബോട്ടിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യും, എടുത്ത് അതിലേക്ക് മെല്ലെ ഒരു കരക്കി കെട്ടി വെച്ചിരിക്കുന്ന ബോട്ടാണ്. ആ ബോട്ടിലേക്ക് നിങ്ങൾ കാല് എടുത്ത് ആ ബോട്ടിലേക്ക് ഒന്ന് പ്രസ് ചെയ്യും, അതിൽ ചാടുമ്പോൾ എന്ത് ചെയ്യും, ആ ബോട്ട് സ്വാഭാവികമായിട്ട് കുറച്ചൊന്ന് മൂവ് ചെയ്യല്ലോ അല്ലെ. ആ ബോട്ട് നിങ്ങളിലേക്ക് എന്ത് ചെയ്യും, ഒരു ഫോഴ്സ് കൊടുക്കുന്നുണ്ടാവും. ഓക്കെ, നമ്മൾ അതിലേക്ക് കൊടുക്കുന്നതിന്റെ ഫലമായിട്ട് നിങ്ങളിലേക്ക് എന്ത് ചെയ്യും, ഒരു എന്ത് ചെയ്യും, ആ ബോട്ടിന് കൊടുത്തു കഴിഞ്ഞാൽ ആ ബോട്ട് എന്ത് ചെയ്യും, നിങ്ങളിലേക്ക് പകരം എന്ത് ചെയ്യും, നേരെ ആ എന്താ പറയാ ആ വരമ്പിലേക്ക് എന്ത് ചെയ്യും, ഒരു ഫോഴ്സ് കൊടുക്കും. ആ വരമ്പിന്റെ ഫോഴ്സിലേക്ക് എന്ത് ചെയ്യുന്നു, അത് കൊടുക്കുന്നതിന്റെ ഫലമായിട്ട് നേരെ തിരിച്ച് അതിന്റെ ഫലമായിട്ടാണ് ആ ബോട്ട് മൂവ് ചെയ്യുന്നത്, കുറച്ച് മുന്നോട്ടേക്ക് മൂവ് ചെയ്യാനുള്ള കാരണം. അതിന്റെ ഒരു എക്സാമ്പിൾ ആണ്. പിന്നെ ബുള്ളറ്റ് ഈസ് ഫയർഡ് ഫ്രം എ ഗൺ. അത് നമുക്ക് അടുത്ത എക്സാമ്പിൾ നമുക്ക് പഠിക്കാനുണ്ട്. ഒരു ബുള്ളറ്റ് ഒരു തോക്കിൽ നിന്ന് ഉണ്ട പുറത്തേക്ക് പോകുമ്പോൾ ഉണ്ടാകുന്ന അത് നമുക്ക് അടുത്ത ഇതിൽ പഠിക്കാം. ഓക്കെ, അടുത്ത സ്ലൈഡിൽ പഠിക്കാം. അപ്പൊ എ ബി എന്ന രണ്ട് സ്പ്രിംഗ് ബാലൻസ് ആണ്, സ്പ്രിംഗ് ബാലൻസ് ആണ്. അത് തമ്മിൽ കണക്ട് ചെയ്തിട്ടുണ്ട്. ഇനി അങ്ങനെ വെക്കുമ്പോൾ എ ബിയിലേക്ക് ഫോഴ്സ് കൊടുക്കുമ്പോൾ, അതായത് ഇവിടത്തെ കേസിൽ അങ്ങനെ ഈ പിക്ചറിൽ അങ്ങനെ തന്നെ എ ഇങ്ങോട്ട് ഒരു ഫോഴ്സ് ഈ ഭാഗത്ത് ഈ ഫോഴ്സ് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ വെച്ച് നിർത്തുന്നതിന് ഫലമായിട്ട് തിരിച്ച് എ ബിയുടെ മുകളിൽ ഒരു പുള്ളിങ് കൊടുക്കുകയാണെങ്കിൽ തിരിച്ച് എ എന്ത് ചെയ്യും, ഇതേപോലെ തന്നെ ഇതിലേക്ക് ഒറിജിനൽ ഡയറക്ഷനിലേക്ക് പോകും. ഒറിജിനൽ ഇതിലേക്ക് പഴയ സ്റ്റേജിലേക്ക് ഒന്ന് തിരിച്ചു പോകും. അതും ഒരു ന്യൂട്ടൺസിന്റെ തേർഡ് ലോന്റെ എക്സാമ്പിളാണ്. ഓക്കെ, ഇനി നമുക്ക് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മൊമെന്റം. ഇമ്പോർട്ടന്റ് ആണ്. ഈ ചാപ്റ്ററിൽ മിക്കവാറും കാര്യങ്ങൾ ഇമ്പോർട്ടന്റ് ആണ്. ഫസ്റ്റ് ആ വീഡിയോ വെച്ച് അവിടെ മുമ്പോട്ടുള്ള ഒക്കെ വീഡിയോ, സെക്കൻഡ്, തേർഡ്, ഫോർത്ത് എല്ലാ വീഡിയോ ഏറ്റവും ഇമ്പോർട്ടന്റ് ചാപ്റ്ററാണ്. അത് ഫസ്റ്റ് വീഡിയോ എന്ന് പറയുന്നത് അത് ഇനി ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള ഒരു ബേസിക് കണ്ടന്റ് മാത്രമാണുള്ളൂ. പക്ഷെ പിന്നെ അങ്ങോട്ടുള്ള അതിലും ചോദിക്കും ചെറിയ എന്താ ബാലൻസ് അൺബാലൻസ് എന്താണെന്നൊക്കെ ചോദിക്കാറുണ്ട്. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഈ 3 വീഡിയോ ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിച്ചിരിക്കണം. അത് അടുത്ത വലിയ ക്ലാസ്സിലേക്കൊക്കെ ആവശ്യമുള്ളതാണ്. ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മൊമെന്റം. കൺസിഡർ 2 ബോഡീസ് എ ആൻഡ് ബി. നമ്മൾ നേരത്തെ കൊടുത്തിരിക്കുന്ന എ ആൻഡ് ബി എന്ന 2 ബോഡിയാണ് വെച്ചതാണ്. ഇതവിടെ എയും ബി എന്ന 2 ബോഡി ഹാവിംഗ് ഡിഫറെന്റ് മാസസ് M1 and M2. M1 എന്നും M2 എന്ന 2 ഡിഫറെന്റ് മാസാണുള്ളത്. മൂവിങ്
with velocity u1 and u2. u1 എന്നും u2 എന്നും അതിന്റെ വെലോസിറ്റി ഉള്ളത്. In the same direction, ഒരേ ഡയറക്ഷനിലേക്കാണ് പോകുന്നത്. In the straight line, in a straight line, അത് സ്ട്രെയിറ്റ് ലൈനിലാണ് പോകുന്നത്. ഈ ചിത്രത്തിൽ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനി if a body if a moves with a greater velocity, a എന്നത് എന്താണ് വെലോസിറ്റി കൂടുതൽ ആണ്. v1 u1 എന്ന് പറയുന്നത് വെലോസിറ്റി ഗ്രേറ്റർ ദാൻ അത് u2 ആണെങ്കിൽ ഈ വെലോസിറ്റി എന്താണ് u1 ആൻഡ് എന്താണ് a moves greater velocity with it will bump to b. അതായത് ഇവിടെ കൊടുത്തിരിക്കുന്ന ഈ പിക്ചർ പ്രകാരം എയും ബി ഉണ്ട്, ഒരേ ഡയറക്ഷനിലാണ് പോകുന്നത്. മാസ് m1, മറ്റത് ബിക്ക് m2. u1 u2 എന്നത് വെലോസിറ്റി റെസ്പെക്റ്റീവ്ലി ആണ്. അങ്ങനെയാണെങ്കിൽ ഈ എയുടെ വെലോസിറ്റി ബിയുടെ വെലോസിറ്റിക്കായിട്ട് കൂടുതലാണെങ്കിൽ, അതായത് u1 ഈസ് ഗ്രേറ്റർ ദാൻ u2 ആണെങ്കിൽ എന്ത് ചെയ്യും? സ്വാഭാവികമായിട്ടും കുറച്ച് സമയം കഴിഞ്ഞാൽ ഈ എ എന്ന് പറയുന്നത് ബി ആയിട്ട് കൊളൈഡ് ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണ്. ഓക്കെ, ആഫ്റ്റർ കൊളീഷൻ, അതിനുശേഷം ആഫ്റ്റർ കൊളീഷൻ എന്ത് ചെയ്യും? if their velocity are changed to v1 and v2, okay, respectively, let's find the total momentum of the system. എന്ത് ചെയ്യും? കുറച്ച് കഴിഞ്ഞാൽ എന്തായാലും ഇത് കൂട്ടി വിട്ടു എന്ന് പറഞ്ഞല്ലോ. കുട്ടി മൂട്ടിക്കഴിഞ്ഞാൽ ആഫ്റ്റർ കൊളീഷൻ, ഇത് ബിഫോർ കൊളീഷൻ ആണ്. ആഫ്റ്റർ കൊളീഷൻ എന്ത് ചെയ്യും? ഇതിന്റെ വെലോസിറ്റി u1 എന്നുള്ളത് v1 ആയിട്ട് മാറും, u2 എന്നുള്ളത് v2 ആയിട്ട് മാറും. ഓക്കെ, അപ്പൊ ഈ പിക്ചറിലൂടെ പറയാണ് ബിഫോർ കൊളീഷൻ എയും ബിയും ഉണ്ട്, m1 m2 ഉണ്ട്. അതില് എയുടെ വെലോസിറ്റി u1, ബിയുടെ വെലോസിറ്റി u2 ബിഫോർ കൊളീഷൻ. അപ്പം ഇതില് u1 ഗ്രേറ്റർ ദാൻ u2 ആണെങ്കിൽ സ്വാഭാവികമായിട്ടും എ എന്തായിട്ട് കൊളൈഡ് ചെയ്യും? ബി ആയിട്ട് കൊളൈഡ് ചെയ്യും. ബിക്കോസ് ഇറ്റ് ഈസ് മൂവിങ് ഇൻ ദ സെയിം ഡയറക്ഷനിലാണ്. അങ്ങനെ കൊളൈഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഈ വെലോസിറ്റി, മാസ് ഒരിക്കലും ചേഞ്ച് ചെയ്യുന്നില്ല. വെലോസിറ്റി, അതായത് മാസ് ചേഞ്ച് ചെയ്തില്ല പറഞ്ഞാൽ അതിന്റെ എന്ത് ഒരു ആഘാതങ്ങളും വലിയ വിധത്തിലുള്ള പൊട്ടി തെറിച്ചു പോകുന്ന പ്രശ്നമൊന്നുമില്ല. അതായത് പേരിൽ നിന്നൊരു കഷ്ണം അടർന്നു പോകുന്ന അങ്ങനെയൊന്നുമില്ല. അത് പൊട്ടലും ഒക്കെ ഉണ്ടാവും, പക്ഷെ അത് അതിന്റെ ഫുള്ളായിട്ട് അതിന്റെ പോലെ തന്നെ നിൽക്കുന്നുണ്ട് എന്ന് വിചാരിക്കാം. അതും കൂടി ഞാൻ ഇതിൽ പറഞ്ഞതാണ്, അത് അങ്ങനെ കൺസിഡർ ചെയ്യാം. അപ്പം m1 m2 സെയിം തന്നെയാണ്. വെലോസിറ്റി u1 ഉള്ളത് v1 ആയിട്ട് മാറും, u2 ഉള്ളത് v2 ആയിട്ട് മാറും. ഓക്കെ, വെലോസിറ്റി ചേഞ്ച് ചെയ്യും ആഫ്റ്റർ കൊളീഷൻ. സോ അക്കോർഡിംഗ് ടു ന്യൂട്ടൺസ് തേർഡ് ലോ ഓഫ് മോഷൻ എന്തായിരിക്കും? ഇത് F12 ന്യൂട്ടന്റെ തേർഡ് ലോ ഓഫ് മോഷൻ പ്രകാരം എന്താ? അതായത് F1 എന്ന് പറയുന്നത് F1 ഫോഴ്സ്, അത് എ ബിയിലേക്ക് കൊടുക്കുന്ന ഫോഴ്സ്, ഓക്കെ, ഈസ് ഈക്വൽ ടു ബി എയിലേക്ക് കൊടുക്കുന്ന ഫോഴ്സ് നെഗറ്റീവ് ഓപ്പോസിറ്റ് ആയിരിക്കണം. അതായത് ഈ F12 എന്ന് പറയുന്നത് ആക്ഷനും, ഓക്കെ, F21 എന്ന് പറയുന്നത് റിയാക്ഷനുമാണ്. അത് ഓപ്പോസിറ്റ് കാണിക്കാൻ വേണ്ടിയിട്ടാണ് നെഗറ്റീവ് സൈൻ കൊടുത്തിരിക്കുന്നത് മാത്രം. ഓക്കെ, ഇപ്പം ടോട്ടൽ മൊമെന്റം ബിഫോർ കൊളീഷൻ കണ്ടുപിടിക്കാൻ എന്താ? ബിഫോർ കൊളീഷൻ, അതായത് ഈ പിക്ചറിലെ ടോട്ടൽ മൊമെന്റം കണ്ടുപിടിക്കുക എങ്ങനെയാണ്? അവിടത്തെ എയുടെ മൊമെന്റം പ്ലസ് ബിയുടെ മൊമെന്റം ആയിരിക്കില്ല അത് അവിടുത്തെ ടോട്ടൽ മൊമെന്റം. ഇവിടെ ഉണ്ടായിരിക്കുന്ന എയുടെയും ബിയുടെയും കൂട്ടി ഒന്നിച്ചെടുക്കുന്നതിനാണ് ഒരു സിസ്റ്റമായിട്ട് കണക്കാക്കാം. അപ്പം എയുടെ മൊമെന്റം പ്ലസ് ബിയുടെ മൊമെന്റം ആണ് അവിടുത്തെ ടോട്ടൽ മൊമെന്റം ബിഫോർ കൊളീഷൻ. ആഫ്റ്റർ കൊളീഷൻ എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യണം? ബിഫോർ എന്നല്ല, ആഫ്റ്റർ കൊളീഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? എയുടെയും ബിയുടെയും ടോട്ടൽ മൊമെന്റം ബിഫോറിൽ എത്രയാണോ ഉള്ളത് അത് ചെയ്യാത്രേ ഉള്ളൂ. അപ്പൊ എയുടെ ബിഫോർ കൊളീഷന്റെ കേസിൽ m1 m2 സെയിം തന്നെ. m1 ഇതാണ്, പിന്നെ അവിടുത്തെ ഇനീഷ്യൽ വെലോസിറ്റി, എയുടെ ഇനീഷ്യൽ വെലോസിറ്റി എന്തായിരുന്നു? u1 ആയിരുന്നു, പ്ലസ് m2 ഇൻറ്റു എന്താണ് അവിടുത്തെ ഇനീഷ്യൽ m2ന്റെ ഇനീഷ്യൽ വെലോസിറ്റി എന്താണ്? u2 ആണ്. സോ അതുകൊണ്ട് എന്താണ്? മാസ് ഇൻറ്റു വെലോസിറ്റി ആണല്ലോ മൊമെന്റം. അപ്പോൾ ഇനീഷ്യൽ വെലോസിറ്റി ഓഫ് ദി എ ബിഫോർ കൊളീഷൻ m1 ആണ് ഇതുള്ളത്. m1 മാസ് ആണ് എക്കുള്ളത്. m1
ഇൻറ്റു u1 പ്ലസ് m2 ഇൻറ്റു u2. അതാണ് ബിഫോർ കൊളീഷനിൽ. ആഫ്റ്റർ കൊളീഷൻ ടോട്ടൽ മൊമെന്റ് എത്രയാണ്? സെയിം പോലെ തന്നെ u1 പകരം v1, u2 പകരം v2 ആണ്. ഇത്രേ ഉള്ളൂ. അതായത് m1 v1 പ്ലസ് m2 v2. അപ്പൊ ടോട്ടൽ മൊമെന്റം ആഫ്റ്ററും ബിഫോറും കണ്ടുപിടിച്ചു. ദ റേഷ്യോ ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം ഓഫ് എ ടോട്ടൽ ഈ ടൈം ഓഫ് കൊളീഷൻ ഈസ് ടി. അതായത് എന്താണ് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം ഓഫ് എയുടെ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം എത്ര കണ്ടുപിടിക്കാം? അവിടുത്തെ എയുടെ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം എന്ന് പറഞ്ഞാൽ ഈ തന്നിരിക്കുന്നതിനെ എന്ത് ചെയ്യാണ്? നമ്മൾ പഠിച്ചിട്ടുണ്ട് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം എന്ന് പറയുന്നത്. അപ്പൊ ഇത് ടോട്ടൽ മൊമെന്റം ബിഫോറും ടോട്ടൽ മൊമെന്റം ആഫ്റ്റർ എന്താണെന്നുള്ളത് ഇതിനെ ഒരു 2 നമ്പർ ഇട്ട് എഴുതി വെക്കാം. ടോട്ടൽ ബിഫോർ കൊളീഷന്റെ എന്താണ് 1 എന്നും ടോട്ടൽ മൊമെന്റം ആഫ്റ്റർ കൊളീഷന് ഇക്വേഷൻ 2 എന്ന് കൊടുത്തിട്ടുണ്ട്. നമുക്കറിയാം റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം ഓഫ് എ പ്രകാരം എന്ത് ചെയ്യണം? എ എന്ന് മാത്രമാണ്. അപ്പൊ എ എന്ന് പറയുന്നത് ഇതും ബിഫോർ മൊമെന്റും ആഫ്റ്റർ മൊമെന്റും കൂടി മൈനസ് ചെയ്യാം. അതായത് എ എന്ന ഒബ്ജക്റ്റ് എന്താണ്? ആദ്യം ഇനീഷ്യലി മൊമെന്റം m1 ആണ്, അല്ല എമ്മും മാസ് എമ്മും എന്താണ് അതിന്റെ മൊമെന്റ് വെലോസിറ്റി u1 ആണ്. പിന്നെ ഈ കൊളൈഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ വെലോസിറ്റി u1 നിന്ന് v1 ആയിട്ട് മാറിയിരുന്നു. എയുടെ കേസിലാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, എയുടെ കേസിൽ ഈ ചിത്രം നമ്മുടെ ബിയെ മാറ്റി നിർത്തിയിട്ട് ചിന്തിച്ചു നോക്കുക. ഈ എ നിന്ന് ബി ആയിട്ട് മാറും, അതായത് u1 നിന്ന് v1 ആയിട്ട് മാറുന്നു. ഇത്രേ ഉള്ളൂ. അപ്പൊ നമ്മൾ പഠിച്ചിട്ടുണ്ട് എന്താണ് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം വിത്ത് റെസ്പെക്ട് ടു ടൈം. m1 അവിടെ ഉണ്ടായിരുന്ന ഫൈനൽ മൊമെന്റം ഫൈനൽ വെലോസിറ്റി v1 മൈനസ് m1ന്റെ മാസിന്റെ എയുടെ എന്താണ് മാസ് m1 ആണ്. എന്റെ മാസ് m1 ഇൻറ്റു അവിടുത്തെ ഫൈനൽ വെലോസിറ്റി v1 മൈനസ് എയുടെ മാസ് m1 ഇൻറ്റു അവിടുത്തെ ഇനീഷ്യൽ വെലോസിറ്റി u1 ഡിവൈഡഡ് ബൈ ടൈം. നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ടായിരുന്നു ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം. അവിടുത്തെ എന്താണ് റേറ്റ്. അപ്പോൾ നമ്മുടെ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം എന്നായി കിട്ടി. അതാണ് എന്ത് mv1 മൈനസ് mu2. അതിനെ ടൈം കൊണ്ട് ഡിവൈഡ് ചെയ്താലേ നമുക്ക് എന്ത് കിട്ടുള്ളൂ? ഫോഴ്സ് നമ്മൾ നേരത്തെ പഠിച്ചാണ് സെക്കൻഡ് ലോ ഓഫ് മോഷനിൽ. ഓക്കെ, അതായത് FAB എന്ന് കൊടുക്കാൻ കാരണം എ കാരണം ബിയിൽ ഉണ്ടാകുന്ന ഫോഴ്സ് ആണ്. അതായത് എ ജനറേറ്റ് ചെയ്യുന്ന ഫോഴ്സ്. ഇവിടത്തെ F12 എന്ന് പറയുന്നത് F12 ആണ് FABക്ക് തുല്യമാണ്. F12 എന്ന് പറയുന്നത് തേർഡ് ലോ ഓഫ് മോഷനിൽ പ്രകാരം സിദ്ധാന്ത പ്രകാരമാണെന്ത് F12 = മൈനസ് F21 എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ ഇവിടുത്തെ കേസിൽ എ എന്ന് പറയുന്നത് 1ഉം ബി എന്ന് പറയുന്നത് രണ്ടാമത്തെ ബോഡിയാണ്. അതുകൊണ്ടാണ് 1, 2 എന്ന് കൊടുത്തിരിക്കുന്നത്. അതാണ് 1, 2. എ എന്ന ബോഡി 1ഉം ബി എന്ന ബോഡി 2ഉം ആണ്. അതുകൊണ്ടാണ് നമുക്ക് 1, 2, 2, 1 എന്ന് കൊടുക്കുന്നത്. അതായത് FAB എ ബിയുടെ മുകളിൽ എഫക്ട് ചെയ്യുന്ന ഫോഴ്സ് എന്തായിരിക്കണം? ഓപ്പോസിറ്റ് ആയിരിക്കും ബി എയുടെ മുകളിൽ പ്രയോഗിക്കുന്ന ഫോഴ്സ്. ഓക്കെ, FAB എന്ന് പറഞ്ഞാൽ എ എന്നത് ബിയുടെ മുകളിൽ കൊടുക്കുന്ന ഫോഴ്സിന്, അതായത് ആക്ഷൻ ആണ് FAB. മുട്ടുന്ന സമയത്ത് ഇവിടെ എ ബിന് മുകളിൽ കൊളൈഡ് ചെയ്യില്ല, അല്ല ബി കൊളൈഡ് ചെയ്യല്ലോ. എ ബിന് മുകളിൽ കൊളൈഡ് ചെയ്യുന്ന സമയത്ത് എന്താണ് ഫോഴ്സ്. അതാണ് നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം ഓഫ് എ എന്ന് പറയുന്നത്. എ ബിന് മുകളിൽ, അതുകൊണ്ട് ആണ് AB എന്ന് കൊടുത്തിരിക്കുന്നത്, FAB എന്ന് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ഇവിടെ 1, 2 പകരം AB എന്ന് കൊടുത്തിട്ടേ ഉള്ളൂ. BA എന്തായിരിക്കണം? നേരെ തിരിച്ച് അവിടെയുള്ള വെലോസിറ്റി എന്തായിരിക്കണം? BA എന്ന് പറയുന്നത് എന്താണ്? B എന്ന് പറയുന്നത് A ന് മുകളിൽ കൊടുത്ത ഫോഴ്സ്. അവിടുത്തെ കേസിൽ എന്താണ്? B ആണ് നമ്മൾ എന്ത് കൊടുക്കുന്ന ഫോഴ്സ്. അതുകൊണ്ട് ബിയുടെ മൊമെന്റം എന്താണ്? ബിഫോറും ടോട്ടലും തമ്മിലുണ്ടാകുന്ന ചേഞ്ച് ആണ് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം വിത്ത് റെസ്പെക്ട് ടു ടൈം കണ്ടുപിടിക്കാം. അപ്പം ബിയുടെ മാസ് m2, ഫൈനൽ വെലോസിറ്റി v2 നേരത്തെ പറഞ്ഞ അതേപോലെ തന്നെ. നേരത്തെ v1 ആണ്, v2 മൈനസ് m2 തന്നെയാണ് ബിയുടെ മാസ്. ഇവിടെ നോക്കണം, m2 ആണ്, 2 m2 ആണ്, ഇവിടെ 2 m1 ആണ്. സോ m2 ഇൻറ്റു
അതിന്റെ ഇനീഷ്യൽ വെലോസിറ്റി എന്ന് പറയുന്നത് u2 ആണ്. കണ്ടോ, v2 u2 ബൈ t. അപ്പം ബി എയുടെ മുകളിലേക്ക് കൊടുക്കുന്ന ഫോഴ്സ്, അതാണ് റിയാക്ഷൻ. ഓക്കെ, FAB എന്ന് പറയുന്നത് ആക്ഷനും FBA എന്ന് പറയുന്നത് റിയാക്ഷനുമാണ്. ഇത് നമ്മളെ അക്കോർഡിംഗ് ടു തേർഡ് ലോ ഓഫ് മോഷൻ പ്രകാരം F12 is equal to minus F21. ഇത് ജനറൽ ആയിട്ട് നമ്മൾ കൊടുത്തിരിക്കുന്നത് മാത്രം. ആദ്യത്തെ ബോഡിയെ F12 എന്ന് പറയുന്നത് ആദ്യത്തെ ബോഡി രണ്ടാമത്തെ ബോഡിയിൽ എഫക്ട് ചെയ്യുന്ന ഫോഴ്സ്, അതിനെ നമ്മുടെ ആക്ഷൻ എന്നും അതിന്റെ ഫലമായിട്ടുണ്ടാകുന്ന ഓപ്പോസിറ്റ് ആയിട്ടുള്ള അത് ഓപ്പോസിറ്റ് കാണിക്കാനാണ് നെഗറ്റീവ്. അത് എന്തിന് ഈക്വലാണെന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് കാണിക്കാനാണ് നെഗറ്റീവ്. എന്താണ്, രണ്ടാമത്തെ ബോഡി ഒന്നാമത്തെ ബോഡിയിലേക്ക് തന്നെ കൊടുക്കുന്ന ഫോഴ്സിന് ഈക്വൽ ആണെന്നാണ് തേർഡ് ലോ ഓഫ് മോഷൻ പറയുന്നത്. ഓക്കെ, FBA കണ്ടുപിടിച്ചല്ലോ. ഇതുപോലെ നമുക്ക് കണ്ടുപിടിക്കാം. ഇനി അക്കോർഡിംഗ് തേർഡ് ലോ ഈ പ്രകാരം എന്ത് ചെയ്യാണ്, 1-2 പകരം ABയും BA ആക്കി മാറ്റി. ഓക്കെ, അതിന്റെ നെഗറ്റീവ് സൈനും ഇതേപോലെ തന്നെ ഇതേ കണ്ട് ഇവിടേക്ക് എടുത്ത് മാറ്റി എഴുതി 1 പകരം എയും 2 പകരം ബിയും മാത്രമാക്കി. അങ്ങനെ ആ ഫോഴ്സ് നമ്മൾ ഈക്വൽ ആക്കി കൊടുത്തു. നമുക്കറിയാം രണ്ട് ഭാഗത്തും ടി ഉണ്ട്, അതുകൊണ്ട് ടി ക്യാൻസൽ ചെയ്തു. M1v1 മൈനസ് M2v2 is equal to minus of M2 into v2 minus M2 into u2. ഈ മൈനസ് ഉള്ളിലേക്ക് എടുക്കുമ്പോൾ എന്താവും, ഒന്ന് മൈനസ് ഇത് ഈ റൈറ്റ് സൈഡിൽ തന്നെ അല്ല ലെഫ്റ്റ് സൈഡിൽ തന്നെ മൈനസ് ഉള്ളിലേക്ക് എടുക്കുമ്പോൾ എന്താവും, മൈനസ് M2v2 പ്ലസ് മൈനസ് ഓഫ് മൈനസ് എന്ന് പറഞ്ഞാൽ പ്ലസ് ആവില്ല, പ്ലസ് M2u2. ഇതൊക്കെ പ്രോബ്ലം ഇത് നിങ്ങൾ 1-2 പ്രാവശ്യം എഴുതി നോക്കണേ, എന്നാലേ മനസ്സിലാവുള്ളൂ. ഈ ഡെറിവേഷൻസ് 2 തവണ എഴുതി നോക്കണം. അങ്ങനെ എഴുതിയല്ലോ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, മൈനസ് ആയിട്ടില്ലേ ഈ നെഗറ്റീവിനെ ഇങ്ങോട്ട്, ഈ നെഗറ്റീവ് ആയിട്ടുള്ള M2v2വിനെ എന്ത് ചെയ്യണം, ഇങ്ങോട്ടേക്ക് എടുക്കും ലെഫ്റ്റ് സൈഡിലേക്കും. ഈ നെഗറ്റീവ് ആയിട്ടുള്ള M1u1നെ റൈറ്റ് സൈഡിലേക്ക് എടുക്കും. അപ്പൊ എങ്ങനെ കിട്ടി, M1v1 പ്ലസ് M2v2 is equal to M1u1 പ്ലസ് M2u2 അല്ലെ. M1v1 പ്ലസ് M2v2 is equal to M1u1 പ്ലസ് M2u2 അല്ലെ. നമ്മളിവിടെ നോക്കുമ്പോൾ എന്താണത്, M1u1 അല്ലെ, നോക്കാം M1u1 പ്ലസ് M2u2 അതെന്താണ്, ടോട്ടൽ മൊമെന്റം ബിഫോർ കൊളീഷൻ അല്ലെ. റൈറ്റ് സൈഡിൽ ടോട്ടൽ മൊമെന്റം ബിഫോർ കൊളീഷൻ ആണ്. ഇവിടെ എന്താ, M1u1 പ്ലസ് M2v2 അത് ഇക്വേഷൻ 2 എന്ന് പറയുന്നത് അല്ലെ. അതെന്താണ്, ടോട്ടൽ മൊമെന്റം ആഫ്റ്റർ കൊളീഷൻ. അപ്പൊ അതെന്താ മനസ്സിലാക്കുന്നത്, ടോട്ടൽ മൊമെന്റം ബിഫോർ കൊളീഷൻ ഈസ് ഈക്വൽ ടു ടോട്ടൽ മൊമെന്റം ആഫ്റ്റർ കൊളീഷൻ അല്ലെ. മനസ്സിലായല്ലോ. അപ്പൊ നമ്മള് കൺസർവേഷൻ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു നമ്മൾ എപ്പോഴും പഠിച്ചിട്ടുണ്ട്. കൺസർവേഷൻ നമ്മൾ കെമിസ്ട്രിയിലൊക്കെ പഠിച്ചിരുന്നു. എന്താണ്, ഒരു ആക്ഷൻ നടക്കാൻ വിചാരിക്കാം, അതിന് തൊട്ട് മുമ്പ് ആ ആക്ഷൻ നടക്കുന്നതിന് മുമ്പുള്ള അതേ കാര്യം തന്നെ എന്ത് ചെയ്യണം, ആ ആക്ഷൻ കഴിഞ്ഞിട്ടും ഉണ്ടെങ്കിൽ അതേ ഇത് തന്നെയാണെന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ കൺസർവേഷൻ എന്താണെന്ന് പറയാം. ഓക്കെ, ഒരു പ്രവൃത്തി നടക്കുന്നതിന് തൊട്ട് മുമ്പേ ഉണ്ടായിരുന്ന അതേ അവസ്ഥ തന്നെയായിരിക്കണം ആ പ്രവൃത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെ നമ്മൾ കൺസർവേഷൻ എന്ന് പറയും. അപ്പൊ നമുക്ക് ഇവിടുത്തെ കേസിൽ മൊമെന്റം എന്താണ്, മൊമെന്റം ബിഫോർ കൊളീഷന് മുമ്പ് ഉണ്ടായിരുന്ന ഇത് എന്താണ്, ബിഫോർ കൊളീഷൻ ഈസ് ഈക്വൽ ടു ആഫ്റ്റർ കൊളീഷൻ. മൊമെന്റം ആദ്യം ഒരു കൊളീഷന് മുമ്പ് ഉണ്ടായിരിക്കുന്നത് എന്തിന് ഈക്വലാണ്, മൊമെന്റം ആഫ്റ്റർ, അതായത് ആ കൊളീഷന് ശേഷമുള്ളതിന് ഈക്വലാണെന്ന് പറയില്ലേ. അതായത് ഇവിടുത്തെ ചുരുക്കി പറഞ്ഞ എത്രേ ഉള്ളൂ, മൊമെന്റം ഇവിടെ കൺസേർവ്ഡ് ആണ്, അതായത് മൊമെന്റത്തിലൊരു വ്യത്യാസം ഉണ്ടാകുന്നില്ല. ഇതാണ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മൊമെന്റം എന്ന് പറയുന്നത്. ഇനി നമുക്ക് അതിന്റെ എന്താണ് ഡെറിവേഷനിലേക്ക് പോവാം. ഇൻ ദ ആബ്സെൻസ് ഓഫ് ആൻ എക്സ്റ്റേണൽ ഫോഴ്സ്, ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് ഇല്ലെങ്കിൽ ടോട്ടൽ മൊമെന്റം ഓഫ് സിസ്റ്റം ഈസ് എ കോൺസ്റ്റന്റ്. അത് ടോട്ടൽ മൊമെന്റം എന്താണ്, ഒരു സിസ്റ്റത്തിന്റെ ടോട്ടൽ മൊമെന്റം എന്ന് പറയുന്നത് എന്തായിരിക്കും. ഇതൊരു സിസ്റ്റം എടുക്കാൻ പറഞ്ഞാൽ നമ്മൾ ഒരൊറ്റ ഇതായിട്ട് പഠിക്കാൻ വേണ്ടി എടുക്കുന്നതാണ്. സിസ്റ്റം എന്താണെന്ന് പറഞ്ഞിട്ടില്ല, ഇറ്റ്സ് എ കോൺസ്റ്റന്റ്. സിസ്റ്റം എന്ന് പറഞ്ഞാൽ നമുക്ക് പഠിക്കാനായിട്ട് എന്താണോ എടുക്കുന്നത് ഇതിനെ നമ്മൾ സിസ്റ്റം എന്ന് പറയും. എന്തും ആവാം. ഇപ്പൊ ഞാൻ എൽ എന്ന അക്ഷരത്തെ കുറിച്ച് പഠിക്കണമെങ്കിൽ
ആ എല്ലിനെ മാത്രമായിട്ട് എടുത്ത് പഠിക്കാം. ഒരു ക്ലാസ് റൂമിനെ കുറിച്ച് പഠിക്കണമെങ്കിൽ ആ ക്ലാസ് റൂമിനെ മാത്രമായിട്ട് ഇരുന്ന് പഠിക്കാം. അപ്പോൾ അതിൽ കുറേ ആൾക്കാർ പഠിക്കും. എന്താണോ പഠിക്കുന്നത് അതിനാണ് സിസ്റ്റം എന്ന് പറയാം. ടോട്ടൽ മൊമെന്റം ഓഫ് എ സിസ്റ്റം, ഇവിടുത്തെ സിസ്റ്റം എന്ന് പറഞ്ഞാൽ എയും ബിയും കൂടിയുള്ള ഒന്നിച്ചുള്ള ഈ ഇതിനെയാണ് സിസ്റ്റമായിട്ട് എടുത്തത്. ഇറ്റ്സ് എ കോൺസ്റ്റന്റ്. അത് കോൺസ്റ്റന്റ് ആണ്. ദിസ് ഈസ് ടോട്ടൽ മൊമെന്റ്, അതായത് എക്സ്റ്റേണൽ ഫോഴ്സ് കൊടുത്തിട്ടില്ലെങ്കിൽ ആ ടോട്ടൽ മൊമെന്റം ഓഫ് ദി സിസ്റ്റം ഈസ് കോൺസ്റ്റന്റ്. അത് കോൺസ്റ്റന്റ് ആയിരിക്കും. ദിസ് ഈസ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മൊമെന്റം. അത് ഇതൊന്ന് എന്ത് പറയുന്നത് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മൊമെന്റം എന്ന് പറയും. ഈ കേസിൽ ഈ പിക്ചർ പറയാം, നമ്മൾ ഇവിടെ ഒരു ഗോലി എന്ന് പറയും. ഇവിടെ ഇങ്ങനൊരു സർഫസാണ്, അതായത് ത്രൂ ആയിട്ട് മൂവ് ചെയ്യുന്ന സർഫസാണ്. ഞാൻ ഇവിടുന്ന് ഒരു കോട്ടി എടുത്തു, ഒരേ വെയിറ്റുള്ള ഗോലിയാണ് പിടിച്ചിരിക്കുന്നത്. ഒരു 3-4 എത്രണ്ണമാണ് എടുക്കാം. ഞാൻ ഇവിടുന്ന് ഒരു കോട്ടി എടുത്തിട്ട് ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് ഇതിലേക്ക് വിടുകയാണ്. വിടുമ്പോൾ നേരെ ഈ കോട്ടീനെ മുകളിൽ തട്ടും. ഈ കോട്ടീനെ മുകളിൽ തട്ടിക്കഴിഞ്ഞാൽ ഇവിടെ ഈ സാധനം ഈ എൻഡിലെ കോട്ടീന്റെയും മുന്നോട്ടേക്ക് പോകും. ബാക്കി അവിടെ നിൽക്കുന്നുണ്ടാവും. എന്നിട്ട് അത് കുറച്ച് കഴിഞ്ഞാൽ അത് നേരെ ഇവിടെ വന്നിട്ട് മുട്ടിക്കഴിഞ്ഞാൽ ഈ എൻഡിലുള്ളത് അങ്ങോട്ട് പോകും. ഇങ്ങനെ കൺസേർവ്ഡ് ആയിട്ട് മൂവ് ചെയ്തുകൊണ്ടേയിരിക്കും. ഇവിടുത്തെ ടോട്ടൽ മൊമെന്റ് എന്ന് പറയാൻ കാരണം ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് പോകുന്ന മോഷൻ, അതാണ് ആക്ഷൻ എന്ന് പറയുന്നത്. ബിഫോർ കൊളീഷൻ ആണ് ഉണ്ടായിരുന്നത്. അത് ഇവിടെ കൊളൈഡ് ചെയ്തപ്പം ആ എന്ത് ചെയ്തു, ഈ അവസാനത്തെ ബോഡിക്ക് അതൊരു റിയാക്ഷൻ ആയിട്ട് എഫക്ട് ചെയ്തു. അതിന്റെ ഫലമായിട്ട് അത് മുന്നോട്ട് പോകുന്നു. പിന്നെ അതേപോലെ തന്നെ അവിടെ കൊളൈഡ് ചെയ്യുന്നു. ആഫ്റ്റർ കൊളീഷന്റെയും ഈ എൻഡിലുള്ളത് മൂവ് ചെയ്യുന്നു. ഇപ്പൊ ഇങ്ങനെ തന്നെ പോകുന്നു. അപ്പൊ അവിടുത്തെ ടോട്ടൽ മൊമെന്റ് കൺസിഡർ ചെയ്യുന്നതിന്റെ എക്സാമ്പിളാണ് ഇത്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത നമ്മൾ നേരത്തെ റീകോയിൽ ഓഫ് ഗൺ പറഞ്ഞില്ല, അത് ഞാൻ പഠിക്കാൻ പോകും. 2 ഗണ്ണുണ്ട്. ബിഫോർ ഫയറിങ്, അതിന് മുമ്പേ ആദ്യം ഫയർ ചെയ്യുന്നതിന് മുമ്പ് ഉണ്ടായിരുന്ന ചിത്രം. ഫയർ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? നമ്മൾ ഈ കാഞ്ചി വലിക്കുമ്പോൾ എന്ത് ചെയ്യും? ഈ ഗണ്ണിൽ നിന്ന് ബുള്ളറ്റ് പുറത്തേക്ക് പോകും. അതോടൊപ്പം ഗൺ എന്ത് ചെയ്യും? ബാക്കോട്ട് പോകുന്നതായിട്ട് കാണാൻ പറ്റും. ഓക്കെ, അപ്പം നമ്മള് ഈ ഗണ്ണിന്റെ മാസ് ക്യാപിറ്റൽ എമ്മും ഗണ്ണ് ബാക്കോട്ട് പോകുന്ന വെലോസിറ്റി ക്യാപിറ്റൽ ബി ആണെന്ന് വിചാരിക്കാം. ബുള്ളറ്റിന്റെ മാസ് സ്മോൾ ലെറ്റർ എമ്മും അത് പോകുന്ന വെലോസിറ്റി സ്മോൾ ലെറ്റർ വി ആണെന്ന് വിചാരിക്കാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്താ ചോദിക്കുന്നത്? ബുള്ളറ്റ് ബാക്കോട്ട് പോയിരിക്കുന്ന വെലോസിറ്റി കണ്ടുപിടിക്കാനാണ് ചോദ്യം. ബുള്ളറ്റ് എത്ര വെലോസിറ്റിയിലാണ് ബാക്കോട്ട് പോകുന്നത്? ഈ ഫയർ ചെയ്യുന്ന സമയത്ത് ബുള്ളറ്റ് എത്ര വേഗത്തിലാണ് ബാക്കോട്ടേക്ക് മൂവ് ചെയ്യുന്നത്? ഇവിടെ ആക്ഷൻ റിയാക്ഷൻ അല്ലേ? ഇവിടെ ആക്ഷൻ എന്താണ്? ഈ കാഞ്ചി വലിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? ബുള്ളറ്റ് പുറത്തേക്ക് പോകുന്നതാണ് ആക്ഷൻ. അതിന്റെ ഫലമായിട്ട് ഈ ബുള്ളറ്റിന്റെ മുകളിൽ നിന്ന് ഒരു ഓപ്പോസിറ്റ് ആയിട്ടുള്ള റിയാക്ഷന്റെ ഫലമായിട്ടാണ് ഈ ഗണ്ണ് ബാക്കോട്ട് പോകുന്നത്. ക്ലിയർ അല്ലേ? അപ്പം ഇതൊരു തേർഡ് ലോ ഓഫ് മോഷന്റെ എക്സാമ്പിൾ ആണ്. ഇനി നമുക്ക് അതിന്റെ എത്ര വെലോസിറ്റി ആണെന്ന് നമുക്ക് കണ്ടുപിടിക്കാം. ആദ്യം ടോട്ടൽ മൊമെന്റം ബിഫോർ ഫയറിംഗ്, അതായത് ബിഫോർ കൊളീഷന് പകരം ഇവിടെ ഫയറിംഗ് ഇത്രേ ഉള്ളൂ. ഫയറിംഗ് സമയത്ത് എന്തായിരുന്നു? ഈ ഫയറിംഗിന്റെ സമയത്ത് ഇത് ഇതാക്കുന്ന സമയത്ത് ആ ബോൾ നമ്മൾ കൊളൈഡ് ചെയ്യുന്ന ഫലമായിട്ടാണ് ഈ ബുള്ളറ്റ് മുന്നോട്ട് പോകുന്നത് കേട്ടോ. ഈ കാഞ്ചി വലിക്കുമ്പോൾ അതിന്റെ ലിവർ അതിന്റെ മുകളിൽ ടച്ച് ചെയ്യുന്നതിന്റെ ഫലമായിട്ട് അതിന് ബുള്ളറ്റ് പുറത്തേക്ക് പോകുന്നത്. അത് വേറെ കാര്യം. എന്തായാലും ഈ ബിഫോർ ഫയറിംഗിന്റെ കേസ് എന്താണ്? ആദ്യം ഇതാ ഈ പിക്ചർ വെറുതെ നിൽക്കുന്ന ബിഫോർ ഫയറിംഗ്. അവിടുത്തെ അതിന്റെ മാസ് എത്രയാണ്? ഇനീഷ്യൽ വെലോസിറ്റി മാസ് ക്യാപിറ്റലാണ്. മാസ് ഇത് ബുള്ളറ്റിന്റെ ഇതിന്റെയും മാസ് ഒരേപോലെ തന്നെയല്ലേ? മാസ് മാറുന്നില്ല. അപ്പൊ ഗണ്ണിന്റെ മാസ് ക്യാപിറ്റൽ എമ്മും അവിടെ വെലോസിറ്റി ഉണ്ടാവും. അത് ബാക്കോട്ടോ മുന്നോട്ടോ ഒന്നും പോകുന്നില്ലല്ലോ. സോ വെലോസിറ്റി ക്യാപിറ്റൽ ബി എന്ന് പറയുന്നത് 0 ആണ്. സോ അതുകൊണ്ട് എം ഇൻറ്റു വി എന്ന് പറയുന്ന ആ കണ്ടീഷൻ എന്താണ്? ഇനീഷ്യൽ വെലോസിറ്റി ബിഫോർ ഫയറിംഗിന്റെ കേസിൽ ഗണ്ണിന്റെ അത് 0 ആണ്. ബുള്ളറ്റിന് മാസ് ഉണ്ടാവും സ്മോൾ ലെറ്റർ എം, പക്ഷെ അത് മൂവ് ചെയ്യുന്നുണ്ടാവും, വെലോസിറ്റി ഉണ്ടാവും ഇല്ല. സോ അതുകൊണ്ടാണ് വിയും 0 ആണ്. സോ ടോട്ടൽ വെലോസിറ്റി ടോട്ടൽ മൊമെന്റം എന്ന് പറയുന്നത് 0 + 0 = 0. ടോട്ടൽ മൊമെന്റം ബിഫോർ കൊളീഷൻ ബിഫോർ ഫയറിംഗ് ഈസ് 0. ഓക്കെ, ഈ ടോട്ടൽ മൊമെന്റം ആഫ്റ്റർ ഫയറിംഗ് എന്തായിരിക്കും? നമ്മൾ അതിന്റെ വെലോസിറ്റി കണ്ടുപിടിച്ച മാസിന്റെ വെലോസിറ്റി കൊടുത്താൽ മതി. ഗണ്ണിന്റെ മാസ് എത്രയാണ്? ഇത് ടോട്ടൽ സിസ്റ്റം ആണ്. ഇതാണ് ഒരു സിസ്റ്റമായിട്ട് ഈ ബുള്ളറ്റും ഗണ്ണും കൂടി ഒക്കെ കൂടെ ഉള്ളതാണ് ഒരു സിസ്റ്റമായിട്ട് കണക്കാക്കുന്നത്. ഈ സിസ്റ്റത്തില് ഗണ്ണിന്റെ മാസ് എം, വെലോസിറ്റി വി, ക്യാപിറ്റൽ എം ക്യാപിറ്റൽ വി, പ്ലസ്
അതാകുമ്പം ടോട്ടൽ മൊമെന്റം ഓഫ് ദി മൊമെന്റം ഓഫ് ദി ടോട്ടൽ അല്ല മൊമെന്റം ഓഫ് ദി ഗണ്ണായി. ഈ മൊമെന്റം ഓഫ് ദി ബുള്ളറ്റും കൂടി എടുത്താലേ ടോട്ടൽ മൊമെന്റം ആ സിസ്റ്റത്തിലെ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. അപ്പൊ അവിടുത്തെ എന്താണ് മൊമെന്റം ഓഫ് ദി ബുള്ളറ്റ് എന്ന് പറഞ്ഞാൽ മാസ് സ്മോൾ ലെറ്റർ എം ആണ് അതിന്റെ ബുള്ളറ്റിന്റെ മാസ്, അതിന്റെ വെലോസിറ്റി സ്മോൾ ലെറ്റർ വി ആണ്. സോ അതുകൂടി കൂട്ടിയിട്ട് ടോട്ടൽ പ്ലസ് ചെയ്താൽ കിട്ടുന്നതാണ് ടോട്ടൽ മൊമെന്റം ബിഫോർ ഫയറിംഗ് അത് ഫയർ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നു. ഓക്കെ, അക്കോർഡിംഗ് ടു ലോ ഓഫ് കൺസർവേഷൻ മൊമെന്റം പ്രകാരം എന്താണ് ടോട്ടൽ മൊമെന്റം ബിഫോർ ഫയറിംഗ്, കൊളീഷൻ ആണെങ്കിൽ ഇവിടെ ഫയറിംഗ് ഇത്രേ ഉള്ളൂ. ടോട്ടൽ മൊമെന്റം ബിഫോർ ഫയറിംഗ് ഇസ് ഈക്വൽ ടു ടോട്ടൽ മൊമെന്റം ആഫ്റ്റർ ഫയറിംഗ് ഈക്വൽ ആയിരിക്കും എന്ന് പറയുന്നത്. ടോട്ടൽ മൊമെന്റം ബിഫോർ ഫയറിംഗ് എന്ന് പറയുന്നത് സീറോ ആണ്, അതുകൊണ്ടാണ് ഇവിടെ ഈ സീറോ എന്ന് കൊടുത്തിരിക്കുന്നത്. ഈക്വൽ ടു ടോട്ടൽ മൊമെന്റം ആഫ്റ്റർ ഫയറിംഗ് എന്ന് പറഞ്ഞാൽ എം ബി പ്ലസ് എം ബി, ക്യാപിറ്റൽ എം ബി പ്ലസ് സ്മോൾ എം ബി, അതുകൊണ്ട് ഇത്രേ ഉള്ളൂ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഇതിൽ നിന്ന് നമുക്ക് എം ബി ഏതെങ്കിലും ഈ ക്യാപിറ്റൽ എം ബിയോ അല്ലെങ്കിൽ സ്മോൾ എം ബിയോ ഏതെങ്കിലും ഒരു ലെഫ്റ്റ് സൈഡിൽ എടുക്കുമ്പോൾ നെഗറ്റീവ് ആവും. ഓക്കെ, നെഗറ്റീവ് കൊടുത്തു. ഇനി നമ്മൾ എം എന്ത് ചെയ്യുന്നു, താഴോട്ട് എടുക്കുന്നു. വെലോസിറ്റിയാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. ഏതിന്റെ വെലോസിറ്റി കണ്ടുപിടിക്കുന്നത്? ഗണ്ണ് പുറകോട്ട് പോകുന്ന വെലോസിറ്റിയാണ് കണ്ടുപിടിക്കുന്നത്. അപ്പം ഇവിടുത്തെ ടോട്ടൽ വെലോസിറ്റി വി എന്ന് പറയുന്നത് എന്താണ്? ടോട്ടൽ വി എന്ന് പറയുന്നത് നെഗറ്റീവ് എം വി സ്മോൾ ലെറ്റർ വി ഡിവൈഡഡ് ബൈ ടോട്ടൽ മാസ് ഓഫ് ദി ഗൺ. ചുരുക്കി പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ. മാസ് ഓഫ് ദി വെലോസിറ്റി ഓഫ് ദി ഗൺ എന്ന് പറയുന്നത് is equal to negative mass of the bullet into mass of the velocity of the bullet. Okay, ഒന്നുകൂടി പറയാം. Velocity of gun is equal to negative of mass of the bullet into velocity of bullet divided by mass of the gun. Okay, നമ്മൾ അങ്ങനെ കണ്ടുപിടിച്ചു. ഈ നെഗറ്റീവ് സൈൻ എന്തെന്ന് ഉദ്ദേശിക്കുന്ന വെച്ചാൽ ഇത് ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് മൂവ് ചെയ്യുന്നത്. ബുള്ളറ്റ് ഇങ്ങോട്ടേക്ക് പോകുമ്പോൾ എന്താണ്, ഗണ്ണ് ബാക്കോട്ട് പോകുന്നു. അതാണ് നെഗറ്റീവ് സൈനിന്റെ ഉദ്ദേശിക്കുന്നത്. ഡയറക്ഷൻ ഈസ് ഓപ്പോസിറ്റ് ടു ദ ഗൺ ആൻഡ് ബുള്ളറ്റ്, ഓപ്പോസിറ്റ് ടു ദ ബുള്ളറ്റ്. ഓക്കെ, അതായത് ഏതിന്റെ ആണ് നമ്മൾ പറയുന്നത്? ഗണ്ണിന്റെ വെലോസിറ്റി കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ഗണ്ണിന്റെ മോഷൻ എന്ന് പറയുന്നത് ബുള്ളറ്റിന്റെ മോഷന് ഓപ്പോസിറ്റ് ആണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ നെഗറ്റീവ് സൈൻ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ഇതാണ് നമ്മൾ കണ്ടുപിടിക്കാൻ പറഞ്ഞത്. ലോ ഓഫ് കൺസർവേഷൻ മൊമെന്റം എന്താന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതൊരു ആപ്ലിക്കേഷൻ ആണ് ഇത് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഇതിന്റെ ലാസ്റ്റ് ടേമിലേക്ക് പോവാണ്. സർക്കുലർ മോഷൻ. എന്താണ് സർക്കുലർ മോഷൻ? ഇതിനായിട്ട് നിങ്ങൾ ഒരു ചെറിയ കയറില് ഒരു നാലില് ഒരു ചെറിയ മുത്തെന്തെങ്കിലും ഓർത്ത് വെക്കുക. മുത്തായാൽ നിങ്ങൾ എന്ത് ചെയ്യില്ല, വീണാൻ ഒന്നും പറ്റില്ല. അല്ലെങ്കിൽ കല്ല് കെട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ കറങ്ങുമ്പോൾ നിങ്ങളെ മേലേക്കന്നെ വീഴും. അതുകൊണ്ടാണ് പറഞ്ഞത് അല്ലെങ്കിൽ കോർത്തിട്ട് വെച്ചിരിക്കുന്നത്. അപ്പം അത് നിങ്ങളെ ഫിംഗറിൽ തന്നെ ഇവിടെയാണ് നിങ്ങളെ ഫിംഗർ വെച്ചിരിക്കുന്നത്. ഇതാണ് ഒരു മുത്ത്. അപ്പൊ നിങ്ങൾ കറക്കുമ്പോൾ ഇതിങ്ങനെ ഒരു പാത്തിലൂടെ ഇങ്ങനെ മൂവിട്ടുണ്ട്, സർക്കുലർ പാത്തിൽ ഇങ്ങനെ മൂവി. അപ്പൊ അതിന്റെ റേഡിയസ് എന്ന് പറയുന്നത് നിങ്ങളെ ഫിംഗറിനും ആ ഇതിന്റെ എക്സ്ട്രീം പൊസിഷനിലേക്ക് നിൽക്കുന്നത് ആ എന്താണ് മുത്തോ എന്താണോ ഉള്ളത് അതിന്റെ എക്സ്ട്രീം പൊസിഷനിലേക്കുള്ളതാണ് റേഡിയസ് ആയിട്ട് നമ്മൾ കണക്കാക്കുന്നത്. ഓക്കെ, അപ്പൊ റേഡിയസ് ഉണ്ട്. ആ മുത്തിന് ഒരു എന്തുണ്ട്, മാസ് ഉണ്ട്. അത് സ്മോൾ ലെറ്റർ എം ആയിരിക്കും. എന്താണ് ഈ വസ്തുവിന് സെന്ററിൽ നിന്ന് ആ വസ്തുവിലേക്കുള്ള, അതായത് ആ ഒരു സെന്ററിൽ നിന്ന് വസ്തുവിലേക്കുള്ള അകലത്തെ റേഡിയസ്. നമ്മൾ സർക്കിൾ പഠിക്കുമ്പോൾ എപ്പോഴും ഉണ്ടാവില്ല, അതേപോലെ അതിന്റെ മാസ് എന്താണ്, സ്മോൾ ലെറ്റർ എം ആയിരിക്കും. ഞാൻ ജസ്റ്റ് ഒന്ന് ഈ സെന്ററിൽ നിന്ന് ഒരു ഫോഴ്സ് ചെറുതായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഈ വസ്തു എന്ത് ചെയ്യും, മൂവ് ചെയ്യും. അത് ചിലപ്പോൾ ഇങ്ങോട്ടാകാം അല്ലെങ്കിൽ ചിലപ്പോൾ അങ്ങോട്ടാകാം. അത് നിങ്ങൾ കൊടുക്കുന്ന ഫോഴ്സിനനുസരിച്ചിരിക്കും. ഓക്കെ, ഒരു ഡയറക്ഷനിൽ കറങ്ങിക്കൊണ്ട് ഫോഴ്സ് കൊടുക്കും. അപ്പോൾ ഓരോ ട്രാൻസാക്ഷൻ പോയിന്റിൽ വെച്ചിട്ട് അതെന്ത് ചെയ്യും, അതിന്റെ ലോക്കസ് ക്രമീകരിച്ചിട്ട്, ലോക്കസ് എന്താ വലിയ മാത്സിൽ പഠിക്കാം. അതിന്റെ പ്രകാരം ഇതെന്ത് ചെയ്യും, ഒരു സർക്കുലർ പാത്തിൽ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും. ഓക്കെ, ഒബ്ജക്റ്റ് അല്ലെങ്കിൽ സർക്കുലർ പാത്തിൽ കറങ്ങിക്കൊണ്ടിരിക്കും. അതിന്റെ കാര്യങ്ങളാണ് പറയുന്നത്. ഇതിനെയാണ് നമ്മൾ സർക്കുലർ മോഷൻ എന്ന് പറയുന്നത്. അതിനെയാണ് മൂവ് ചെയ്യുന്നതിന് സർക്കുലർ മോഷൻ എന്ന് പറയും. അതിന് കണക്കായിട്ടുള്ള ഫോഴ്സ്, അവിടെ ഞാൻ എന്ത് കൊടുക്കുന്നു ഫോഴ്സ്. ഓക്കെ,
ഈ സെന്ററിൽ ഞാൻ എന്നെ ഫോഴ്സ് കൊടുത്തിട്ടുണ്ടെങ്കിൽ മാത്രമല്ലേ ഇത് ചെയ്യുള്ളൂ, ഇത് കറങ്ങുള്ളൂ. അപ്പൊ ഞാൻ എത്ര ഫോഴ്സ് കൊടുക്കുന്നു, ആ ഫോഴ്സ് കണ്ടെത്താനാണ് നമ്മുടെ ലക്ഷ്യം. ഓക്കെ, നമ്മൾ സെന്ററിൽ ഒരു ഫോഴ്സ് കൊടുക്കേണ്ട ഫലമായിട്ടുള്ള ഈ മുത്ത് ഇങ്ങനെ കറങ്ങിയാൽ അല്ലെ, ആ ഫോഴ്സ് ആണ് നമ്മൾ കണ്ടെത്താൻ പോകുന്നത്. അതിന് സെൻട്രിപിറ്റൽ ഫോഴ്സ് എന്നാ പറയാ. നമുക്ക് ആ സെൻട്രിപിറ്റൽ ഫോഴ്സ് എന്താണെന്ന് നോക്കാം. The acceleration experienced by an object in a circular motion along the radius ഞാൻ പറയുന്നു. ആക്സലറേഷൻ ഒക്കെ അത് എക്സ്പീരിയൻസ് ഇതിന്റെ ഫലമായിട്ട് സർക്കുലർ മോഷന് ഒബ്ജക്റ്റില് സർക്കുലർ മോഷനിലായിട്ടുള്ള ഒബ്ജക്റ്റില് ഇതുണ്ടാവും, ഒരു ആക്സലറേഷൻ എക്സ്പീരിയൻസ് ചെയ്യും. ആക്സലറേഷൻ ഉണ്ടാകും. എങ്ങനെ? അലോങ് എ റേഡിയസ്, ഒരു നിശ്ചിത റേഡിയസിൽ ഉള്ള ഒരു ഒബ്ജക്റ്റ് മൂവ് ചെയ്യുമ്പോൾ അതിനുണ്ടാവും ഒരു നിശ്ചിതമായിട്ടുള്ള ആക്സലറേഷൻ ഉണ്ടാവും. പിന്നെ സർക്കുലർ മോഷനിൽ പോകുമ്പോൾ അതിന് നിശ്ചിതമായിട്ടുള്ള ഒരു ആക്സലറേഷൻ ഉണ്ടാവും. ടുവേർഡ്സ് സെന്ററിലേക്ക് ഒരു ആക്സലറേഷൻ. അതായത് ഇത്രേ പറയുന്നുള്ളൂ, ഒരു ഒബ്ജക്റ്റ് സർക്കുലർ മോഷനിൽ മൂവ് ചെയ്യുകയാണെങ്കിൽ അതിന് നിശ്ചിതമായിട്ടുള്ള റേഡിയസ് ഉള്ള സർക്കുലർ മോഷനിൽ മൂവ് ചെയ്യുകയാണെങ്കിൽ അതിനെന്തുണ്ടാവും, ഒരു പെർട്ടിക്കുലർ ആയിട്ടുള്ള ആക്സലറേഷൻ ജനറേറ്റ് ചെയ്യും, എക്സ്പീരിയൻസ് ചെയ്യും. ഓക്കെ, അത് എങ്ങോട്ടായിരിക്കും? സെന്ററിലേക്കായിരിക്കും അതിന്റെ ആക്സലറേഷൻ ഉണ്ടാകുക. ദിസ് ഈസ് നോൺ ആസ് സെൻട്രിപിറ്റൽ ആക്സലറേഷൻ. ആ ആക്സലറേഷനെ സെൻട്രിപിറ്റൽ ആക്സലറേഷൻ എന്ന് പറയുന്നു. അത്രയുള്ള സെന്ററിൽ നമ്മൾ എന്ത് ചെയ്യുക, സെന്ററിൽ ഒരു സർക്കുലർ ഇതില് ഇവിടെ മൂവ് ചെയ്യുന്ന ഒരു ഒബ്ജക്റ്റിന് ഒരു നിശ്ചിതമായ റേഡിയസ് ഉണ്ടാവും. ഒരു നിശ്ചിത റേഡിയസിൽ കറങ്ങുന്ന ഒരു ഒബ്ജക്റ്റിന് എന്തുണ്ടാവും, ഒരു ആക്സലറേഷൻ ഉണ്ടാവും. ആ ആക്സലറേഷൻ ജനറേറ്റ് ചെയ്യുന്നത് എങ്ങോട്ടാണ്? അതിന്റെ സെന്ററിലേക്കും ആക്സലറേഷൻ ജനറേറ്റ് ചെയ്യും. അപ്പം സർക്കുലർ മോഷൻ ഇങ്ങനെയാ ചോദിക്കാം, സർക്കുലർ മോഷനിലെ ആക്സലറേഷൻ എങ്ങോട്ടാണ് ജനറേറ്റ് ചെയ്യുന്നത്? ടുവേർഡ്സ് ദ സെന്റർ ഓഫ് ദി സർക്കിൾ. സർക്കിളിന്റെ സെന്ററിലേക്കാണ് എന്ത് ചെയ്യുന്നത്? ആക്സലറേഷൻ ജനറേറ്റ് ചെയ്യാം. ദാറ്റ് ടൈപ്സ് ഓഫ് ആക്സലറേഷനെ പറയുന്നത് പേരെന്താണ്? സെൻട്രിപിറ്റൽ ആക്സലറേഷൻ. അങ്ങനെയുള്ള ആക്സലറേഷന് സെൻട്രിപിറ്റൽ ആക്സലറേഷൻ എന്ന് പറയും. ദ ഫോഴ്സ് ദാറ്റ് creates a centripetal acceleration is called centripetal force. ഒരു ഫോഴ്സ് സെൻട്രിപിറ്റൽ ആക്സലറേഷൻ ജനറേറ്റ് ചെയ്യുന്ന ഫോഴ്സിനെ പറയുന്ന പേരാണത് സെൻട്രിപിറ്റൽ ഫോഴ്സ്. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞത് ഒരു ഒബ്ജക്റ്റ് സെന്ററിനെ കേന്ദ്രീകരിച്ച് കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഒരു നിശ്ചിത റേഡിയസിൽ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഒരു വസ്തു നിശ്ചിത റേഡിയസിൽ സെന്ററിനെ അടിസ്ഥാനമാക്കി കറങ്ങിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ അതിന് ഒരു ആക്സലറേഷൻ ഉണ്ടാവും. ആ ആക്സലറേഷൻ ടുവേർഡ്സ് സെന്ററിലേക്കായിരിക്കും, അതിന്റെ വൃത്തത്തിന്റെ കേന്ദ്രത്തിലേക്കായിരിക്കും. ഓക്കെ, അങ്ങനെ ഉണ്ടാകുന്ന ആക്സലറേഷനെ പറയുന്നത് സെൻട്രിപിറ്റൽ ആക്സലറേഷൻ എന്നും ആ ജനറേറ്റ് എന്താണ് അതിന് കാരണമായിട്ടുള്ള ഫോഴ്സ്. ഓക്കെ, ദ ഫോഴ്സ് ദാറ്റ് ക്രിയേറ്റ്, അങ്ങനെ ഉണ്ടാകുന്ന ക്രിയേറ്റ് ചെയ്യുന്ന ഫോഴ്സിനെ പറയുന്ന പേരാണ് സെൻട്രിപിറ്റൽ ഫോഴ്സ് എന്ന് പറയുന്നത്. Centripetal acceleration and centripetal force are directed towards the center. സെൻട്രിപിറ്റൽ ആക്സിലറേഷനും സെന്ററിലേക്കാണ്, സെൻട്രിപിറ്റൽ ഫോഴ്സും എങ്ങോട്ടാണ്? സെന്ററിലേക്കാണ് ആക്ട് ചെയ്യപ്പെടുക. ഓക്കെ, അപ്പൊ എങ്ങനെയാണെന്ന് പറഞ്ഞാൽ നിങ്ങളിത് കൊടുക്കുമ്പോൾ ഈ ഒബ്ജക്റ്റ് എന്ത് ചെയ്യാണ്? ഈ ഒബ്ജക്റ്റ് സെന്ററിൽ ഒരു കയർ കെട്ടി ഇതാക്കുമ്പോൾ ഈ ഒബ്ജക്റ്റ് എങ്ങോട്ടേക്ക്? സെന്ററിലേക്ക് ഓരോ പൊസിഷനിലും സെന്ററിലേക്ക് എന്ത് ചെയ്യും? ഒരു ഫോഴ്സ് കൊടുക്കുന്നുണ്ട്. ഈ ഒബ്ജക്റ്റിനെ പിടിച്ചു നിർത്താനായിട്ട് ഒരു ഫോഴ്സ് കൊടുക്കുന്നുണ്ട്. ഓക്കെ, നിങ്ങളുടെ ഫിംഗർ ആണ് അത് വിചാരിക്കാം. സെന്ററിലേക്ക് ഈ ഓരോ പോയിന്റിലും സെന്ററിലേക്ക് എന്ത് ചെയ്യാണ്? ഈ ഫോഴ്സ് കൊടുക്കുന്നതിന്റെ ഫലമായിട്ടാണ് ഇത് സർക്കുലർ മോഷനിൽ കറങ്ങുന്നത്. സെന്ററിലേക്ക് ഓരോ പൊസിഷനിലും വെച്ചിട്ട് സെന്ററിലേക്ക് എന്ത് ചെയ്യാണ്? ഈ ഒബ്ജക്റ്റിനെ പിടിച്ചു വലിക്കുന്നതിന്റെ ഫലമായിട്ടാണ് ഇതെന്ത് ചെയ്യുന്നത്? സർക്കുലർ പാത്തിൽ മൂവ് ചെയ്യുന്നത്. ഇല്ലെങ്കിൽ ഇതെന്ത് ചെയ്യും? ഇതിപ്പോ ഞാൻ കുറച്ച് ഫോഴ്സ് കൊടുത്തു, ഇനി വിട്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നേരെ അങ്ങോട്ട് പോകും. ഈ ഫോഴ്സ് കൊടുത്തില്ലെങ്കിൽ നേരെ ഇതിന്റെ ഇതിലങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കും, അവിടേക്കോ പോകും. അതിനെ പിടിച്ചു നിർത്താനുള്ള ഫോഴ്സാണ് സെൻട്രിപിറ്റൽ ഫോഴ്സ്. അത് എങ്ങോട്ടായിരിക്കും? സെന്ററിലേക്കല്ല ഈ ഒബ്ജക്റ്റിനെ വലിക്കുന്നത്. അതുകൊണ്ട് സെൻട്രിപിറ്റൽ ഫോഴ്സും എങ്ങോട്ടാണ്? സെന്ററിലേക്കാണ്. അല്ലെ, വലിക്കുന്നത് മീൻസ് ഫോഴ്സ് കൊടുക്കുന്നത്. അല്ലെ, അപ്പൊ ആ ഫോഴ്സ് സെന്ററിലേക്കാണ്. സെൻട്രിപിറ്റൽ ഫോഴ്സും സെൻട്രിപിറ്റൽ ആക്സിലറേഷനും ടുവേഴ്സ് സെന്റർ ആണ് എന്ന് മനസ്സിലാക്കണം. If an object of mass smaller than perform circular motion along a circular path of radius r with a velocity v, its centripetal force എന്ന് പറയുന്നത്, അതായത് ഒരു നിശ്ചിത മാസുള്ള ഒബ്ജക്റ്റ് ആണ്, അതിന്റെ മാസ് സ്മോളർ m ആണ്.
അതിന്റെ ആ സെന്ററിൽ നിന്ന് ആ ഒബ്ജക്റ്റിലേക്കുള്ള റേഡിയസ് സ്മോൾ ലെറ്റർ r ആണെന്ന് വിചാരിക്കാം. ആ വസ്തു മൂവ് ചെയ്യുന്ന വെലോസിറ്റി സ്മോൾ ലെറ്റർ v എന്ന് വിചാരിക്കാം. എങ്കിൽ അവിടെ എന്താണ് സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് Fc എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ആണ്? mv²/r. mv²/r. ഇതെങ്ങനെ കിട്ടും എന്നുള്ളത് നമ്മുടെ വലിയ ക്ലാസ്സിൽ പഠിക്കാം. ഓക്കെ, അത് കുറച്ച് വലിയ ഡെഫിനേഷൻ ആണ്. അതിപ്പം നമ്മൾ പഠിക്കാനില്ല. നിങ്ങൾക്ക് എന്താണ് ആ ഫോർമുല എന്നുള്ളത് പഠിച്ചാൽ മാത്രം മതി. അത് വലിയ ക്ലാസ്സിലേക്ക് എത്തുമ്പം എങ്ങനെയാണ് സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് ഈ mv²/r എന്നത് കിട്ടുന്നത് എന്നുള്ളത് അപ്പോഴേക്കും പഠിക്കാം. ഓക്കെ, എന്താണ് പറഞ്ഞത്? ഒരു ഒബ്ജക്റ്റിന്റെ മാസ് ഈ മൊത്തം എന്തായിക്കോട്ടെ, അതിന്റെ മാസ് സ്മോൾ ലെറ്റർ m, അതിന്റെ സെന്ററിലേക്കുള്ള റേഡിയസ് എന്ന് പറയുന്നത് സ്മോൾ ലെറ്റർ r. ഓക്കെ, അത് മൂവ് ചെയ്യുന്ന വെലോസിറ്റി സ്മോൾ ലെറ്റർ v ആണെങ്കിൽ അതിന്റെ സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് ഇസ് ഈക്വൽ ടു മാസ് ഇൻറ്റു വെലോസിറ്റി സ്ക്വയർ ഡിവൈഡഡ് ബൈ റേഡിയസ്. ഇത് ഇമ്പോർട്ടന്റ് ആണ്, പ്രോബ്ലംസ് ഒക്കെ ചോദിക്കാം വേണമെങ്കിൽ. ഓക്കെ, ഇനി അതിന്റെ ഡെഫിനിഷൻ പറയാണ്. ഇഫ് ആൻ ഒബ്ജക്ട് മൂവിംഗ് അലോങ് എ സർക്കുലർ പാത്ത് covers equal distance in equal interval of time, it is said to be in uniform circular motion. എന്താ യൂണിഫോം സർക്കുലർ മോഷൻ എന്ന് പറഞ്ഞാൽ ഒരു നിശ്ചിത ഒരു ഒബ്ജക്റ്റ് ചലിച്ചുകൊണ്ടിരിക്കുകയാണ് അലോങ് എ സർക്കുലർ പാത്ത്. ഒരു സർക്കുലർ പാത്തിൽ ഒരു ഒബ്ജക്റ്റ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കവേഴ്സ് ഈക്വൽ ഡിസ്റ്റൻസ്, ഇവിടുന്ന് ഇവിടെ എത്താൻ, അതായത് എയും ബി ആണ് വെച്ചു, ഇവിടെ നിന്ന് ഇവിടെ എത്താൻ എടുത്ത ദൂരം ഒരു നിശ്ചിത ഇതുണ്ട്. അതിനെടുത്ത ടൈം സെയിം ആണ്. ദൂരവും സമയവും സെയിം ആണെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യും യൂണിഫോം മോഷൻ എന്ന് പറയാൻ പറ്റൂ അല്ലെ. അടുത്ത ഇതിന് ഒരു ഡിസ്റ്റൻസ് കൊടുത്തു, ആ ഡിസ്റ്റൻസിലേക്കുള്ളത് ഇതേ സെയിം ഡിസ്റ്റൻസ്, അതായത് എന്ന് ബിയിലേക്ക് എത്താൻ നടത്തുന്ന ഡിസ്റ്റൻസ്, അതിനെടുത്ത ടൈം. ഓക്കെ, എന്ന് ബിയിലേക്ക് എടുക്കുക 20 മീറ്റർ ഒരു മീറ്ററാണ് ചോദിച്ചു, വലിയ ഇതാണ്, ഒരു മീറ്ററാണ് ചോദിച്ചു. ഓക്കെ, ബിന്ന് സിയിലേക്ക് എടുക്കുന്നത് എന്ന് ബിയിലേക്കും ബിന്ന് സിയിലേക്കും തുല്യ ദൂരമാണ്. ഓക്കെ, എ ബി സി എന്ന 3 പോയിന്റാണ്. എന്ന് ബിയിലേക്ക് എടുക്കുന്ന ദൂരവും ബിന്ന് സിയിലേക്ക് എടുക്കുന്ന ദൂരവും തുല്യമാണ് എന്ന് വിചാരിക്കാം. ഓക്കെ, 3 പൊസിഷൻ. ഓക്കെ, അതിനെടുത്ത സമയം എന്ന് ബിയിലേക്ക് എത്തുന്ന സമയവും ബിന്ന് എയിലേക്ക് എടുക്കുന്ന സമയവും തുല്യമാണെങ്കിൽ, ഓക്കെ, തുല്യമാണെങ്കിൽ ഈക്വൽ. അപ്പൊ അവിടെ കവർ ചെയ്യുന്ന ഈ സെക്ടർ എന്ന് പറയും, ഈ ഇങ്ങനെയുള്ള ഈ സെക്ടേഴ്സ് ഈക്വൽ മാത്സിൽ പഠിക്കുന്നുണ്ടാവും. ഓക്കെ, ആ എന്താണ് ഈക്വൽ ഇന്റർവൽ ടൈമിലേക്ക് എന്ത് ചെയ്യുന്നത് മൂവ് ചെയ്യാം. ഓക്കെ, ഇറ്റ് ഈസ് സെഡ് ടു ബി യൂണിഫോം സർക്കുലർ മോഷൻ. അങ്ങനെയാണെങ്കിൽ ഇതാണ് യൂണിഫോം സർക്കുലർ മോഷൻ എന്ന് പറയും. ലീനിയർ മോഷൻ എന്ന് പറഞ്ഞാൽ ഒരേ ഒരു നിശ്ചിത സമയത്തിനുള്ളിൽ നിശ്ചിതമായിട്ട് തന്നെ പോവുകയാണെങ്കിൽ മാത്രമേ അതിന് ലീനിയർ മോഷൻ എന്ന് പറഞ്ഞത്. അതായത് ഇവിടുന്ന് 1 മീറ്റർ 1 സെക്കൻഡിൽ കവർ ചെയ്തു. ഓക്കെ, അടുത്തൊരു മീറ്റർ അടുത്തൊരു സെക്കൻഡിൽ കവർ ചെയ്തു, അതിന്റെ അടുത്ത ഒരു മീറ്റർ അടുത്തൊരു സെക്കൻഡിൽ കവർ ചെയ്തു. അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഓരോ സെക്കൻഡിലും ഓരോ മീറ്റർ ആയിട്ട് പോവുകയാണെങ്കിൽ നമ്മൾ അതിനെ എന്താണ് ഈ യൂണിഫോം മോഷനാണ് നമ്മൾ പറഞ്ഞത് അല്ലെ. ഇവിടുത്തെ കേസിൽ എന്താണ് ഒരു സെക്കൻഡില് സർക്കുലർ ആയിട്ട് എന്താണ് 1 മീറ്റർ സഞ്ചരിച്ചും ചെയ്തു. 1 മീറ്റർ ഒന്നും വലിയ ഇതായിരിക്കും, ഇത്രയൊന്നും ഉണ്ടാവില്ല. 1 മീറ്റർ കവർ ചെയ്തു. അടുത്ത ഒരു സെക്കൻഡില് 1 മീറ്റർ കവർ ചെയ്തു. അതിന് അടുത്തൊരു സെക്കൻഡിൽ 1 മീറ്റർ കവർ ചെയ്തു. ഈ സർക്കുലർ പാത്തിലൂടെ പോവുകയാണെങ്കിൽ അതിന് നമ്മൾ സർക്കുലർ മോഷൻ എന്ന് പറയും. ഇവിടെ യൂണിഫോം ആയതുകൊണ്ട് യൂണിഫോം സർക്കുലർ മോഷൻ എന്ന് പറയും. ഇത്രേ ഉള്ളൂ. എക്സാമ്പിൾ, ദ മോഷൻ ഓഫ് ദി ടിപ്പ് ഓഫ് second hand of an antique pendulum clock. അതായത് ഒരു ക്ലോക്ക്, പെൻഡുലം ക്ലോക്കിന്റെ എന്താണ് അതിന്റെ ആ മോഷൻ അതുണ്ടാവല്ലോ, ആ പെൻഡുലത്തിന്റെ അതെന്താണ് അത് ഇങ്ങനെ അത് ആ ഇത് ക്ലോക്കിന്റെ മോഷനൊക്കെ ഇത് തന്നെ പറയുന്നത്. ചെറിയൊരു വ്യത്യാസം ഉണ്ടാവും, എന്നാലും എന്താണ് അത് മുകളിലോട്ട് പോകുന്ന സമയം ശരിക്കും അങ്ങനെ നമ്മൾ കൺസിഡർ ചെയ്യാം. ഇതിന്റെ സൂചി ഒരേ ഇതിലാണ് പോകുന്നത് നമ്മൾ കൺസിഡർ ചെയ്യാണ്. പക്ഷെ ആ സൂചിക്ക് മുകളിലോട്ട് പോകുമ്പോൾ അതിന് ആക്സിലേഷൻ ഗ്രാവിറ്റി ചെറിയ വ്യത്യാസം ഉണ്ടാവും, നമ്മൾ പരിഗണിക്കുന്നില്ല എന്നുള്ളത്. അത് ടോട്ടൽ അത് കണക്കാക്കിയിട്ട് പോവുകയും. ഓക്കെ, നോക്കണ്ട. എന്താണ് ദ മോഷൻ ടിപ്പ് ഓഫ് സെക്കൻഡ് ഹാൻഡ് ഓഫ് എൻ ആന്റിക്യൂ പെൻഡുലം ക്ലോക്ക്. ഒരു പെൻഡുലം ക്ലോക്കിന്റെ ആ പെൻഡുലത്തിന്റെ മോഷൻ കണ്ടതൊക്കെ ഇതിങ്ങനെ മൂവ് ചെയ്യുകയാണെങ്കിൽ അതിന്റെ കേസൊക്കെ എന്താണ്
ഈ പറയുന്ന എക്സാമ്പിൾ സർക്കുലർ മോഷന് എക്സാമ്പിൾ, യൂണിഫോം സർക്കുലർ മോഷന് എക്സാമ്പിൾ. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ മുഴുവനായിട്ട് പഠിക്കാനുള്ളത്. ഈ ചാപ്റ്റർ ഇമ്പോർട്ടന്റ് ആണ്. ഫസ്റ്റത്തെ വീഡിയോയിൽ നമ്മൾ അതിന്റെ ഒരു ബേസിക് കണ്ടന്റ് ആണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ രണ്ടാമത്തെ, മൂന്നാമത്തെ, നാലാമത്തെ വീഡിയോസ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ്. ഇതിൽ കൂടുതലായി ചോദിക്കാറുണ്ട്, പ്രോബ്ലംസ് ചോദിക്കാറുണ്ട്. സെൻട്രിഫ്യൂഗൽ ഫോഴ്സിന്റെ പ്രോബ്ലംസ് നമുക്ക് ഇതിൽ കാണുന്നില്ല. ഒന്നുമില്ല, ഏതെങ്കിലും ഒരു ഒബ്ജക്റ്റിന്റെ മാസം വെലോസിറ്റി തന്നിട്ട് റേഡിയസ് തന്നിട്ടുണ്ടെങ്കിൽ സെൻട്രിഫ്യൂഗൽ ഫോഴ്സിന്റെ ഫോഴ്സ് എന്താണെന്ന് കണ്ടെത്താൻ പറയും. അല്ലെങ്കിൽ വെലോസിറ്റി വന്നിട്ട് വെലോസിറ്റി മാസം വന്നിട്ട് സെൻട്രിഫ്യൂഗൽ ഫോഴ്സും കണ്ടിട്ടുണ്ട് റേഡിയസ് കണ്ടുപിടിക്കാൻ ചോദിക്കും. അല്ലെങ്കിൽ മാസ് ചോദിക്കും. അതായത് ഇതിൽ ഏതെങ്കിലും ഒന്ന് മിസ്സാക്കിയിട്ട് മറ്റേത് കണ്ടുപിടിക്കാൻ ചോദിക്കും. ഓക്കെ, അതൊക്കെ ഉണ്ടാവുള്ളൂ. അത്രയും ബേസിക് ലെവലൊക്കെ നിങ്ങൾക്ക് തരുള്ളൂ. അല്ലാതെ നിങ്ങൾക്ക് ബി കണ്ടുപിടിക്കാൻ ആദ്യം ബി ഒക്കെ കണ്ടുപിടിച്ചിട്ട് ഇത് കണ്ടുപിടിച്ചിട്ട് ആ പരിപാടിയൊന്നും ഉണ്ടാവില്ല. ഒരു ബേസിക് ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾ ചോദിക്കും. അതിന്റെ പ്രോബ്ലംസ് ഈ ഫോർമുല ഒന്ന് ഓർമ്മിച്ച് നോക്കണം. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളെ പഠിക്കാനുള്ളൂ. താങ്ക് യു.